إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكلام كلام الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم ووصى بها إبراهيم بنيه ويعقوب يا بني إن الله اصطفى لكم الدين فلا تموتن إلا وأنتم مسلمون يا ബഹുമാനവന്ന സത്യവിശ്വാസി വിശ്വാസികൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കൃത്യമായി സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ വളർത്തിക്കൊണ്ട് നമ്മുടെ റബ്ബിന്റെ വിളിയാളം വരുന്നതിന്റെ കാതോർത്തുകൊണ്ട് അതിന് സായുജ്യം വളയുന്ന യഥാർത്ഥ വിശ്വാസികളായി തീരാൻ പരിശ്രമിക്കണേ എന്ന് സ്വന്തത്തോളം എന്ന പോലെ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വസിയ്യത്ത് യഥാവിധി നടപ്പാക്കാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കോടാനുകോടി ജീവികളുള്ള ഈ പ്രപഞ്ചത്തിൽ മനുഷ്യരായ നാം ഒട്ടനേകം സവിശേഷതകളുമായി ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹു മനുഷ്യനെ ആദരിച്ചിട്ടുണ്ട്. വലഖദ് കറംനാ ബനി ആദം. ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു, ബഹുമാനിച്ചിരിക്കുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. എന്നാൽ മനുഷ്യനെ നിസ്സാരമാക്കിയാണ് സൃഷ്ടിച്ചത് എന്നും ദുർബലതകൾ ധാരാളമുള്ളവനാണ് എന്നും പഠിപ്പിച്ചിട്ടുണ്ട്. 5400 സസ്തനികളിൽ 14 വർഷം കുട്ടിക്കാലം ഉള്ള ജീവി അത് നമ്മളാണ്, മനുഷ്യനാണ്. അതേ ആ മനുഷ്യനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അവരെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ദുർബലനായിക്കൊണ്ടാണ് എന്ന് പഠിപ്പിച്ചു. ഈ ലോകത്ത് ജീവിച്ച മനുഷ്യരുടെ ആയുസ് ഏറ്റവും കുറഞ്ഞ ആയുസ്സുള്ള സമുദായം പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായമാണ്. അതേ 950 വർഷം ജീവിച്ച നൂഹ് നബിയുടെ
പക്ഷേ അവസാന പ്രവാചകൻ തന്റെ സമൂഹത്തോട് പഠിപ്പിക്കുന്നുണ്ട്, എന്റെ ഉമ്മത്തിന്റെ ആയുഷ് എന്ന് പറയുന്നത് 60-നും 70-നും അടക്കാം. അത് ഈ 60-നും 70-നും കൊല്ലങ്ങൾ കിട്ടിയാൽ തന്നെ അതിലെന്തായിരിക്കും നമുക്ക് ചെയ്യാൻ സാധിക്കുക? അവിടെയാണ് അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ കവിതയിൽ കടക്കുന്ന വരികള്. 60 കൊല്ലം കിട്ടിയാൽ 30 കൊല്ലം രാത്രിയായിരിക്കും, 15 വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന കുട്ടിക്കാലമായിരിക്കും. പിന്നീട് പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി ജോലിയും പഠനവും വിവാഹവും കുടുംബവുമായി അവസാനം വാർദ്ധക്യവും നരയും മാത്രമാണ്. അവസാനം മരണമാണ്. പിന്നീട് ഖബറിലേക്കുള്ള ഒരു യാത്രയാണ്. പിന്നീട് അവിടെ നമ്മൾ ഒരു ബർസഹായിക്കൊണ്ട് കിടക്കുന്ന ഒരു ലോകമാണ്. അത് മരിക്കുമ്പോൾ നമുക്ക് എങ്ങനെ മരിക്കാൻ സാധിക്കുമെന്ന് നമ്മൾ പരിശോധിക്കേണ്ടവരാണ് നമ്മൾ. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, ഏ സമാധാനമടഞ്ഞ ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ, തൃപ്തി നേടിക്കൊണ്ട്, തൃപ്തി അടഞ്ഞവരായിക്കൊണ്ട്, തൃപ്തിപ്പെട്ടവരായിക്കൊണ്ട് തന്റെ റബ്ബിലേക്ക് മടങ്ങിക്കൊണ്ടു എന്ന് പറയുന്ന ആ സന്തോഷത്തിന്റെ വാചകം ലഭിക്കുന്ന ആളുകളിൽ പെടാൻ നമുക്ക് സാധിക്കുമോ ഇല്ലയോ? ഈ അവസ്ഥയിൽ വിട പറയാൻ കഴിഞ്ഞാൽ, അഥവാ സമാധാനചിത്തമായ മനസ്സുമായി കൊണ്ട് ആത്മാവുമായി കൊണ്ട് തന്റെ റബ്ബിനെ കണ്ടുമുട്ടാൻ സാധിച്ചാൽ അവന്റെ ഖബർ പോലും സന്തോഷത്തിന്റെ ഇടമായിരിക്കും. അവരോട് വിളിച്ചു പറയപ്പെടും, അഫ്രിസു മിനൽ ജന്ന വൽബിസുഹു മിനൽ ജന്ന ഫഫ്തഹു ബാബൻ ഇലൽ ജന്ന. അല്ലേ, ഫയുസ്തൗലഹു ഫി ഖബരി. അല്ലേ, കൃത്യമായി പഠിപ്പിക്കാം. ആ ഖബറിലേക്ക് സ്വർഗ്ഗം തുറന്നു കൊടുക്കുന്നതാണ്. അവരുടെ വസ്തുതകൾ ആ സ്വർഗ്ഗത്തിൽ കൊടുക്കുമെന്ന്, ഖബറിൽ കൊടുക്കുമെന്ന്. അവൻ ആ ഖബറിലേക്ക് സ്വർഗ്ഗത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കുമെന്ന്. അവന്റെ ഖബർ വിശാലമായി കൊടുക്കും, അവന്റെ കാര്യങ്ങളെല്ലാം എളുപ്പമായി കൊടുക്കുമെന്ന് പഠിപ്പിക്കുന്ന 5 സന്തോഷങ്ങളാണ് ആ ഖബറിൽ വരാനിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഖബറിൽ കിടക്കണമെന്ന് ലക്ഷ്യബോധത്തോടെ ജീവിക്കാൻ, അതേ അന്ന് ജീവിച്ച് ഈമാനികമായി മരിക്കാൻ കഴിഞ്ഞാൽ അവൻ പറയുന്ന വാദം ഇങ്ങനെയാണ്: റബ്ബി അഖിമിസ് സ്വലാഹ അഖിമിസ്സാഹ, അല്ലാഹുവേ ഖിയാമത്ത് നാൾ വേഗത്തിൽ വരണേ, ഞങ്ങളുടെ വേഗത്തിൽ എത്തിക്കണേ എന്നായിരിക്കും ആ ഖബറിൽ കിടക്കുന്ന വിശ്വാസി പറഞ്ഞു പോകുക എന്ന്. അതെ, ഈ 5 സന്തോഷങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ, ഈ 5 ഗുണങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവന്റെ മനസ്സിൽ വരുന്ന വാദം അങ്ങനെയായിരിക്കും: റബ്ബി അഖിമിസ്സാഹ, അല്ലാഹുവേ ഖിയാമത്ത് നാൾ വേഗത്തിൽ വരണേ എന്ന്. നോക്കൂ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ലക്ഷ്യം പരലോക വിജയമാണെങ്കിൽ ഖബറിലെ 5 മഹത്തായ സൗഭാഗ്യം നമുക്ക് ലഭിക്കുകയുള്ളൂ. അതാണ് ഇവിടെ പഠിപ്പിച്ചത്. നമ്മുടെ ലക്ഷ്യം പരലോകത്തിന് വേണ്ടിയായിരിക്കണം. അതെ, നമ്മുടെ ലക്ഷ്യം പരലോകത്തിന് വേണ്ടിയായിരിക്കണം. ആ ഖബറിൽ കിട്ടുന്ന ഈ 5 സൗഭാഗ്യം ലഭിക്കാനുള്ള മാർഗം എന്താണ്? ഒന്ന്, ഇഖ്ലാസ് ഉണ്ടാവലാണ്. എല്ലാ കർമ്മങ്ങളുടെയും ആത്യന്തിക ലക്ഷ്യം പരലോകമായിരിക്കണം. വിശ്വാസിയായിക്കൊണ്ട് പരലോകത്തെ ആര് അതിൻ്റെതായ പരിശ്രമം ചെയ്തുകൊണ്ട് മുന്നേറുന്നുവോ അവരെ കുറിച്ചാണ് പറഞ്ഞത്. നന്ദിയോടുകൂടി അവർ സ്മരിക്കുമെന്ന് വ്യക്തമായി തന്നെ പഠിപ്പിച്ചത്. സ്വർഗക്കാരായ ആളുകൾ പറയുന്നുണ്ടല്ലോ, ഞങ്ങളെ നിങ്ങൾക്ക് ഭക്ഷണം നൽകിയത് അല്ലാഹുവിന്റെ വലിയ ഉദ്ദേശം മാത്രമാണ്. ഒരു നന്ദിയുടെ വാക്ക്, അതേപോലെ തന്നെ വേറെ ഏതെങ്കിലും നിലക്കുള്ള ഒരു പ്രതിഫലം ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞില്ലേ? സ്വർഗക്കാരാണ് അങ്ങനെ ആഗ്രഹിക്കുക. അതേ പരലോകം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിച്ചവരാണ് അങ്ങനെ ആഗ്രഹിക്കുക. ലോകമാന്യതയും സ്വാർത്ഥ താല്പര്യങ്ങളും കടന്നു വരാതെ സൽക്കർമ്മങ്ങൾ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ രണ്ടാമത്തെ വിഷയം, കുടുംബം കൂടെ വേണം. ഒന്നാമത് പരലോകം ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കുമെന്നാണെങ്കിൽ രണ്ടാമത്തെ വിഷയം, നമ്മുടെ കൂടെ നമ്മുടെ കുടുംബം ഉണ്ടാവണം. ഈ ലക്ഷ്യത്തിലേക്ക് കുടുംബങ്ങൾ നയിക്കേണ്ടതുണ്ട്. പ്രവാചകന്റെ മക്കാജിത കാലഘട്ടത്തിലെ തുടക്കത്തിൽ തന്നെ കുടുംബത്തിന് താക്കീത് കൊടുക്കാൻ പറഞ്ഞു. തന്റെ അടുത്ത കുടുംബങ്ങളെ വിളിച്ചുകൊണ്ട് താക്കീത് കൊടുക്കാൻ മുന്നറിയിപ്പായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നത്. പിന്നെയും കൂടെ ആവർത്തിച്ചു, വിശ്വാസികളെ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ സ്വന്തത്തെ തന്നെയും കുടുംബത്തെയും
ആ നരകത്തെ തൊട്ട് കാക്കണേ എന്ന് പഠിപ്പിച്ചു. കൃത്യമായ വരികളിലൂടെ കാണാൻ സാധിക്കും. അതായത് അള്ളാഹുവിനെ കുറിച്ചുള്ള അനുസരണത്തിനും അവന്റെ മാനസികതയെ ധിക്കരിക്കുന്ന വിഷയത്തിലുള്ള വിഷയങ്ങളിലും കൃത്യമായ ഉൾക്കാഴ്ച പഠിപ്പിച്ചു കൊടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പഠിപ്പിക്കുകയാണ്. അവിടെയാണ് നമ്മുടെയും നമ്മുടെ കുടുംബത്തിന്റെയും സ്വർഗപ്രാപ്തിയായിരിക്കണം ലക്ഷ്യം. ഏതാണ് സ്വർഗം? ഏതാണ് സ്വർഗം? സുഖങ്ങൾ മാത്രമുള്ള, പ്രയാസങ്ങളില്ലാത്ത, പ്രസവമില്ലാത്ത, ജോലിയില്ലാത്ത, വാർദ്ധക്യമില്ലാത്ത, സന്തോഷം മാത്രം ലഭിക്കപ്പെടുന്ന ശാശ്വതമായ സുഖത്തിന്റെ ലോകം. അതായിരിക്കും നമ്മുടെ ലക്ഷ്യം. അതാണ് സ്വർഗത്തിലുള്ളത്. ഓരോ മനുഷ്യനും മരണത്തെ രുചിച്ചറിയും. മരണത്തിൽ വല്ലാത്തൊരു ടേസ്റ്റ് ഉണ്ട്, വല്ലാത്തൊരു രംഗമുണ്ട്. നല്ലവരാണെങ്കിൽ അതിൻ്റെതായ വഴിയിലൂടെ, മോശപ്പെട്ടവരാണെങ്കിൽ അതിൻ്റെതായ വഴിയിലൂടെ അവർ അതിൻ്റെതായ ആസ്വാദനങ്ങളെ അനുഭവിച്ചു കൊണ്ടിരിക്കും. പിന്നീട് അവരുടെ പ്രതിഫലം നൽകപ്പെടുന്ന ആളെ പരലോകത്താണ്. രക്ഷപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യുമ്പോൾ അവനാണ് വിജയിയെന്ന് കൃത്യമായി നമ്മെ പഠിപ്പിക്കുകയാണ്. അത് ദുനിയാവിലെ കൊട്ടാരയിൽ നയിച്ചിരുന്ന ആസിയാവിനെ പോലും മോഹിച്ചത് സ്വർഗത്തിലെ ഒരു ചെറിയ വീടായിരുന്നു. സ്വർഗത്തിലെ അതേ വീട് കൊട്ടാരമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ആസിയാബീവി ആഗ്രഹിച്ച പോലെ സ്വർഗത്തിൽ വീടായിരുന്നു എന്നതാണ്. അതേ സഹോദരങ്ങളെ, പരലോകത്തെ ലക്ഷ്യം വെച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ, ആ ഹിലാസുള്ളവരാണെങ്കിൽ, രണ്ടാമത്തേത് കുടുംബത്തെ കൂടെ കൂട്ടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കുടുംബത്തെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കേണ്ടതുണ്ട്. വിശദീകരിക്കേണ്ടതില്ലാത്ത വിധം എമ്പാടും നമ്മുടെ മുമ്പിലുണ്ട് കാഴ്ചപ്പാടുകൾ. ഒരു ഖുർആൻ ക്ലാസ്സിലാണെങ്കിലും, ഒരു പൊതുപരിപാടിക്കാണെങ്കിലും, ഒരു നല്ല സദസ്സുകളിലേക്കൊക്കെ ആണെങ്കിലും കൊണ്ടുവരാൻ കുടുംബത്തെ വഴി കാണിക്കുന്നവരാണ് നമ്മൾ പലപ്പോഴും. എന്നാൽ കല്യാണത്തിനും വിരുന്നിനും ടൂറിനും ഒക്കെ ഫാമിലി കുടുംബസമേതമാണ് നമ്മൾ പോകാറുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കി. പക്ഷെ നമ്മൾ ക്ലാസ്സിൽ പോകുന്നു, ഫാമിലിയിൽ കൂടെയുണ്ടോ, മക്കളുണ്ടോ, ഭാര്യയുണ്ടോ? ഇല്ല എന്നതാണ് വസ്തുത. ഇവിടെ നമ്മൾ അടിവരട്ട് മനസ്സിലാക്കണം. വെച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് നമ്മളെങ്കിൽ ആ കുടുംബത്തിനും ആ മക്കൾക്കും അത് ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അവരെ കൂടെ കൂട്ടാൻ നമുക്ക് സാധിക്കണം. മൂന്നാമതായി ഇണകൾ അറിയേണ്ട കാര്യങ്ങളാണ്. അതെന്താ? ഒരു സ്ത്രീ അവളുടെ വീട്ടിലെ രാജ്ഞിയാണ്, അവളുടെ വീട് കൊട്ടാരമാണ്, അവളുടെ ഭർത്താവ് അവിടുത്തെ രാജാവാണ്. അതുകൊണ്ട് തന്നെ മറിച്ച് ഭർത്താവിനെ അടിമയാക്കി ഒരു അടിമയുടെ ഭാര്യയാവാൻ നമ്മൾ ആരെങ്കിലും ആഗ്രഹിക്കാറുണ്ടോ? ഇല്ല എന്നതാണ് വസ്തുത. അതെ, സ്വർഗം ലക്ഷ്യമാക്കുന്ന വിവാഹിതയായ ഒരു സ്ത്രീയെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങളുണ്ട്. അഞ്ചു നേരം കൃത്യമായി നമസ്കരിക്കണം, സമയബന്ധിതമായിരിക്കണം. സമയം തോന്നുമ്പോഴല്ല. തന്റെ അലക്കലും കുളിക്കലും തിരുമ്പലും തുടക്കലും അടിക്കലും അതെല്ലാം കഴിഞ്ഞിട്ടല്ല നമസ്കരിക്കണം. മറിച്ച് സമയമായി കഴിഞ്ഞാൽ ആ സമയത്ത് നിസ്കരിക്കണം. വിശുദ്ധ റമദാനിൽ നോമ്പെടുക്കുന്ന പെണ്ണ് തന്റെ ഭർത്താവിന്റെ ഭാഗത്തിൽ ലൈംഗിക വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന സഹോദരി, തന്റെ ഭർത്താവിനെ അനുസരിക്കുന്ന പെണ്ണ് അവൾ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന, അവൾ സ്വർഗത്തിൽ കടക്കുന്നു എന്നാണ് കൃത്യമായി നമ്മെ പഠിപ്പിച്ചതെങ്കിൽ ആ ഭർത്താവിന്റെ തൃപ്തിയിൽ മരിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ആ ഭർത്താവിന്റെ തൃപ്തിയിലൂടെ കടന്നു പോകാന് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതെ, തന്റെ തൃപ്തി ഭർത്താവ് മരിക്കുന്ന സമയത്ത് തന്റെ തൃപ്തി കൊണ്ടുകൊണ്ടാണ് മരിക്കുന്നതെങ്കിൽ ആ പെണ്ണ് സ്വർഗത്തിലാണ് പഠിപ്പിച്ചെങ്കിൽ ഭർത്താവിന്റെ തൃപ്തി ലഭിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നത് ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതെ, ഭർത്താവിന്റെ തൃപ്തി മരിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. വീട്ടിൽ ജോലികളുടെ നിയ്യത്ത് നന്നാക്കണം. രാവിലെ പ്രഭാതത്തില് സുബഹി നമസ്കാരം കഴിഞ്ഞ് അടുക്കളയിൽ കയറുമ്പോൾ ബിസ്മി ചൊല്ലിക്കൊണ്ട് നല്ലൊരു നിയ്യത്തോടു കൂടി കടന്നു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ആ വീടിനകത്ത് എടുക്കുന്ന മുഴുവൻ ജോലിക്കും റബ്ബ് തരുന്ന പ്രതിഫലത്തിന് കൈ കണക്കുമില്ല. സഹോദരിമാർ, വിശ്വാസികള്, അതുകൊണ്ട് തന്നെ വീട്ടിൽ ജോലികളുടെ നിയ്യത്ത് നന്നായിരിക്കാറുണ്ട്. ഭർത്താവിനെയും മക്കളെയും മതം പഠിപ്പിച്ച രൂപത്തിൽ ഒരുക്കി യാത്രയാക്കുന്നതായി മാറണം. അങ്ങനെയാവാൻ നമുക്ക് സാധിക്കണം.
അതെ, മക്കളും ഭർത്താവ് വീട്ടിലേക്ക് എങ്ങനെ തിരിച്ചു വരും എന്ന് പറയാൻ കഴിയില്ല സഹോദരങ്ങളെ. സന്തോഷപൂർവ്വം യാത്രയെക്കാളും സ്വീകരിക്കാനും കഴിയണം. മാന്യമായി വീട്ടിൽ നിന്നിറങ്ങിയ എത്രയോ ഇണകളാണ് തിരിച്ച് തളർന്നു വീണ് ആക്സിഡന്റിൽ മരണപ്പെട്ട് വീട്ടിലേക്ക് തിരിച്ചു വന്നത്. അതുകൊണ്ട് തന്നെ ഭർത്താവ് തിന്മയിലേക്ക് പോകാതിരിക്കാൻ, മക്കളെ അതേപോലെ ദുരന്തങ്ങൾ അകപ്പെടാതിരിക്കാൻ നമ്മളെ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആ ഭർത്താവിനെയും ആ മക്കളെയും യാത്ര അയക്കുമ്പോ സ്നേഹത്തോടുകൂടി, പുത്രിയോടുകൂടി, സലാമോടുകൂടി, പ്രാർത്ഥനയോടുകൂടി പറഞ്ഞയക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കൂട്ടുകെട്ടിന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശാരീരിക മാനസിക ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കാൻ സാധിക്കണം. നല്ല സൗഹൃദം ഭർത്താവുമായി ഉണ്ടാവണം. ദീനിയായ ഭാര്യയാണോ പക്ഷെ ഭർത്താവ് ദീനില്ലാത്തവരാണോ, ദീനി രംഗത്തേക്ക്, പ്രബോധ രംഗത്തേക്ക്, പ്രാസ്ഥാനിക രംഗത്തേക്ക് അവരെ കൈപിടിച്ച് കൊണ്ടുവരേണ്ടവർ ഭാര്യമാരാണ്, ദീനുള്ള ഭാര്യമാർ. അതുകൊണ്ടാണ് മതബോധമുള്ള പെണ്ണിനെ തെരഞ്ഞെടുക്കണം എന്ന് പറയുന്നത്. സൗന്ദര്യം, തറവാട്, അതേപോലെ തന്നെ ആളുകൾക്ക് സമ്പത്ത് അല്ല. മതബോധമുള്ള ഒരു പെണ്ണിനെ കിട്ടിയോ വിജയിച്ചു. തരിപത്തിയതാക്ക കൈലാസം മണ്ണ് പുരളേണ്ടി വന്നാലും കുറച്ച് കഷ്ടപ്പെട്ട് ജീവിക്കേണ്ടി വന്നാലും അതായിരിക്കും ഏറ്റവും സൗന്ദര്യ ഉത്തമയായ ഭാര്യയോട് നമുക്ക് ലഭിക്കാനിരിക്കുന്നത്. അതുകൊണ്ട് ദീനിയായ ഒരു പെണ്ണാണോ, ഭർത്താവ് അത്രമാത്രം ദീനുള്ള കാഴ്ചപ്പാടില്ലാത്തവരാണോ, ദീനി രംഗത്തെ കൊണ്ടുവരാൻ, നമസ്കരിപ്പിക്കാൻ, നമസ്കരിക്കണമെന്ന് പറയാൻ, ഓർമ്മപ്പെടുത്താൻ, സുബഹിക്കൊന്ന് വിളിക്കാൻ, ജമാഅത്ത് പങ്കെടുപ്പിക്കാൻ, ഭാര്യ ഭർത്താവും മക്കളും ഒക്കെ ആ രംഗത്തെ കൊണ്ടുവരാൻ ഒരു സഹോദരിക്ക് സാധിച്ചാൽ അത് വല്ലാത്തൊരു കുടുംബമാണ്. ആ വീട്ടിലെ രാജ്ഞി എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു പവറായിരിക്കും എന്നത് നമ്മൾ കൃത്യമായി അറിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ കുടുംബസമേതം ഖുർആൻ ക്ലാസുകളിലേക്ക് എത്താൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. രാത്രി നമസ്കാരത്തിലും സുന്നത്ത് നമസ്കാരത്തിലും കുടുംബത്തിൽ എല്ലാവർക്കും ശ്രദ്ധയുണ്ടാവേണ്ടതുണ്ട്. കുടുംബത്തിലെ വിവാഹങ്ങള് മലീമസമാകരുത്. ഉമ്മയും ഉപ്പയും തീരുമാനിക്കുന്ന രൂപത്തിലായിരിക്കണം ആ വീട്ടിലെ മകളുടെയും മകന്റെയും വിവാഹം ഉണ്ടായിരിക്കേണ്ടത്. അവിടെ ബറക്കത്ത് നിറഞ്ഞ പവിത്രമായ സുന്ദരമായ ഒരു നിക്കാഹിന് കാർമ്മികത്വം കൊടുത്തതിനു ശേഷം പിന്നെ അവിടെ നടക്കുന്നത് ആഭാസങ്ങൾക്ക്, അതേപോലെ തന്നെ പൈശാചികതകൾക്ക് കയ്യും കണക്കുമില്ല. ഈയിടെ യൂട്യൂബിൽ ഒരു രംഗം കണ്ടു. അത് ഒരു ഇസ്ലാമിക കുടുംബത്തിലെ വിവാഹത്തിന്റെ രംഗമാണ്. അവിടെ പെണ്ണുങ്ങളെ സിമ്മിട്ടിട്ട് ആൺകുട്ടികളെ സ്റ്റേജിൽ കടന്നുകൊണ്ട് വേഷമാടി കളിക്കുന്ന വല്ലാത്തൊരു ദുര്യോഗമാണ് കണ്ടത്. എന്നിട്ട് അതിന് അനുഗ്രഹമായി കൊണ്ട് പറയുന്ന ആള് പറയാ, അമുസ്ലിംകൾക്കിടയിൽ പോലും ഇത്തരത്തിൽ വൈകൃതങ്ങള് മലയമസമായ രംഗങ്ങൾ കാണാൻ സാധ്യമല്ല. ആഴ്ചയിൽ വെള്ളിയാഴ്ച ഹുതുബ കേൾക്കാറില്ല, അതേപോലെ തന്നെ പ്രഭാഷണം കേൾക്കാറില്ല. അങ്ങനത്തെ സംഭവങ്ങളോ സൗകര്യങ്ങളോ സംവിധാനങ്ങളോ അവർക്കില്ല. എന്നിട്ട് പോലും അവർ വിവാഹത്തെ പവിത്രമായി കാണുന്നു. ഹൈന്ദവരാണെങ്കിലും ക്രൈസ്തവരാണെങ്കിലും വിവാഹത്തെ വളരെ പവിത്രമായി കാണുന്നു. പക്ഷേ ഏറ്റവും പവിത്രമായി കാണേണ്ട മുസ്ലിം സമൂഹം അതിനെ ഏറ്റവും വിചിത്രമായി, വിരോധാഭാസമായി കൊണ്ടാണ് വിവാഹത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസികളെ, നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കളുടെ വിവാഹങ്ങള് ഇസ്ലാമീകരിക്കാൻ നമുക്ക് കഴിയണം. ആഭാസങ്ങളില്ലാത്ത, അതേപോലെ തന്നെ ആർഭാടങ്ങളില്ലാത്ത, തുറത്തുകളില്ലാത്ത, അതേപോലെ പടക്കം കൊട്ടികളില്ലാത്ത, ആളുകൾക്ക് സ്റ്റേജിലെ വീഡിയോ ക്യാമറ വെച്ചുകൊണ്ട് ആഭാസങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, മ്യൂസിക് ഇട്ട് പാട്ടിട്ട് എല്ലാവരും അലമ്പാക്കിക്കൊണ്ടിരിക്കുന്ന, ആ സദസ്സിൽ വന്നിരിക്കുന്നവർക്ക് ഇരിക്കാൻ പോലും പറ്റാത്ത വിധം സൗണ്ട് ഓവറാക്കിയിട്ടുകൊണ്ട് ആ സമൂഹത്തിന്റെ ആളുകളെ പ്രയാസപ്പെടുത്തുന്ന ഇത്തരം വിവാഹങ്ങളെ നമ്മള് തിരിച്ചറിയേണ്ടതുണ്ട്. അതെ, പ്രാർത്ഥിക്കുന്നത് എന്താണ്? ബർക്കത്ത് ലഭിക്കാനാ. ആ ബർക്കത്ത് ലഭിക്കേണ്ടതിന്റെ ഇടയിലൂടെ ഇത്തരം തോന്നിവാസം പ്രവർത്തിച്ചാലോ അതോടുകൂടെ എല്ലാ ബർക്കത്തും നഷ്ടപ്പെട്ടു. പിന്നെ അവിടെ പ്രാർത്ഥിച്ചവന്റെ പ്രാർത്ഥനയ്ക്ക് യാതൊരു ഫലവുമില്ലാതെയായിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കുടുംബജീവിതത്തിന്റെ തുടക്കമാണ് വിവാഹം. ആ വിവാഹത്തിൽ ബറക്കത്തുള്ള ജീവിതം ഉണ്ടാകേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മളെല്ലാവരും വാപ്പ അറിഞ്ഞില്ല, ഉമ്മ അറിഞ്ഞില്ല എന്ന് പറയാൻ പാടില്ല. മക്കളെല്ലാവരും കൂടി ആലോചിക്കാം, എന്താണ് വിവാഹത്തിൽ രക്ഷപ്പെടുന്നത്, വിവാഹത്തിന്റെ ദിവസങ്ങൾ എന്താണ് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളത്, എന്തൊക്കെയാണ് നിങ്ങൾ ഒരുങ്ങിയിട്ടുള്ളത്, പരസ്പരം ചോദിച്ചറിയണം. വീഡിയോ ക്യാമറ ഉണ്ടോ, ഫോട്ടോസ് കൊടുക്കുന്നുണ്ടോ,
അതേപോലെ മ്യൂസിക്കിന്റെ പാട്ടുണ്ടോ, ബോക്സ് വെക്കുന്നുണ്ടോ, അതേപോലെയുള്ള ആഭാസങ്ങളുണ്ടോ? ചോദിക്കേണ്ടത് ആ വീട്ടിലെ ഉമ്മയുടെ ഉപ്പയുടെ കടമയ ബാധ്യതയാണ്. അവരാണത് കൊണ്ടു നടക്കേണ്ടത്. കാരണം അവരാണ് ആ മോന് വേണ്ടി, ആ മോൾക്ക് വേണ്ടി ചെക്കനെയും പെണ്ണിനെയും അന്വേഷിച്ചത്, ഇഷ്ടപ്പെട്ട് തൃപ്തിപ്പെട്ട് എല്ലാം ക്ലിയർ ആക്കിയത്. അവരുടെ അകമ്പടിയോട് കൂടിയേ പിന്നെ അവരുടെ കല്യാണത്തിൻ്റെതായ വിഷയങ്ങൾ ഉണ്ടാവാൻ പാടുള്ളൂ. അതുകൊണ്ട് വിശ്വാസികളെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കുക, ബറക്കത്തുള്ള വിവാഹങ്ങളാക്കിയെടുക്കാൻ നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ വീട് നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങള്, വീട് ഇസ്ലാമിക അന്തരീക്ഷത്തിൽ നിലനിൽക്കണം. എന്താ വീടിന്റെ അവസ്ഥ? എന്താ വീടിന്റെ അവസ്ഥ? വളരെ പരിതാപകരമാണ് അല്ലേ? ചിത്രങ്ങളും രൂപങ്ങളും ഉള്ള വീട്, ഷെൽഫില് ആരെ വല്യപ്പാന്റെ മരണപ്പെട്ട ആൾക്കാരുടെ ഫോട്ടോസ്, ചെറിയ പിഞ്ചു പൈതങ്ങളുടെ ഫോട്ടോസ്, അതേപോലെ ജീവികളുടെ ഫോട്ടോകള്, എന്തെല്ലാമാണ് കൊമ്പറ വെച്ചിട്ടുള്ളതിന്റെ ഒരുപാട് ഫോട്ടോസുകൾ. അത്തരം വീട്ടിലേക്ക് റഹ്മത്തിന്റെ മാലാഖമാര് കടന്നു വരുന്നില്ല എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുവെങ്കിൽ നാം അതൊക്കെ എടുത്ത് വലിച്ചെറിയേണ്ടതുണ്ട്. ഇസ്ലാമീകരിക്കാൻ നമ്മുടെ വീടുകളെ, അത് മ്യൂസിക് ഇട്ട പാട്ടുകളെ കൊണ്ട് വീടിനകത്ത് മക്കൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോ അരുത് എന്ന് പറയാൻ നമുക്ക് സാധിക്കും. കാരണം റഹ്മത്തിന്റെ മലക്കറങ്ങുകയില്ല എന്ന്, ആ റഹ്മത്ത് നമുക്ക് ലഭിക്കുകയില്ല എന്ന് അവരെ പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കാറുണ്ട്. വഴക്കും ബഹളമുള്ളിടത്ത് കാരുണ്യത്തിന് മലക്കൾ പ്രവേശിക്കില്ല. ഭാര്യ ഭർത്താവ് മക്കൾക്ക് മുമ്പിൽ കടന്നുകൊണ്ട പലപ്പോഴും ബഹളങ്ങൾ ഉണ്ടാക്കുന്നത്, കച്ചറ കൂടുന്നത്, തല്ല് കൂടുന്നത്, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അത് മക്കളും കണ്ടു പഠിക്കുകയാണ്. അതെ, അവിടെ ബഹളമായ അവസ്ഥയെങ്കിൽ, പ്രശ്നങ്ങളാണെങ്കിൽ ആ വീട്ടിലേക്ക് റഹ്മത്തിന്റെ മലക്കുകള് റഹ്മത്ത് ഇറങ്ങുകയില്ല എന്ന് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ സുന്നത്ത് നമസ്കാരങ്ങള് പുരുഷന്മാര് വീട്ടിലാണ് നിർവഹിക്കേണ്ടത്. ഏറ്റവും അഫ്ളൽ അവർക്ക് വീടാണ്. ഏതുപോലെ പെണ്ണുങ്ങൾക്കാണ് ഏറ്റവും നമസ്കാരം അഫ്ളൽ വീട്ടിലാണ്. പള്ളിയിൽ വന്നാലും സ്കരിച്ചാലും ഓരോരുത്തരുടെ കൂടെ കിട്ടും എന്നതുപോലെ പുരുഷന്മാർക്ക് സുന്നത്ത് നമസ്കാരങ്ങള് അവരുടെ വീട്ടിലാണ് ഏറ്റവും ഹൈറായിട്ടുള്ളത്. അതുകൊണ്ട് നമസ്കാരം കഴിഞ്ഞാൽ, കഴിഞ്ഞാൽ, പ്രാർത്ഥന കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് ചെല്ലൂ. നിങ്ങൾ നിങ്ങളുടെ വീടുകളെ കബറാക്കാൻ പാടില്ല എന്ന, കബർ തുല്യമാക്കരുത് എന്ന പഠിപ്പിച്ചത്. നോക്കൂ നിങ്ങളെ. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഓതുന്ന സുന്നത്ത് നമസ്കാരങ്ങൾ വീട്ടിൽ പതിവാക്കുന്ന, അതോടൊപ്പം തന്നെ നല്ല നല്ല കാര്യങ്ങളെ കൊണ്ട് ധന്യമാക്കുന്ന ഒരു വീടായി മാറാൻ കബർ തുല്യമാക്കരുത് എന്ന് പഠിപ്പിച്ചുവെങ്കിൽ അവിടെ റഹ്മത്തുള്ള ബറക്കത്തുള്ള അനുഗ്രഹം ലഭിക്കുന്ന പ്രവർത്തനവുമായി കൊണ്ട് കടന്നു വരാനാണ് നാം ഏറെ ശ്രദ്ധിക്കേണ്ടത്. അവിടെ 2-3 പോയിന്റ്സ് മനസ്സിലാക്കാനുണ്ട്. ഒന്ന്, വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവേശിക്കാൻ കഴിയണം. ഇല്ലെങ്കിലോ ശൈത്താൻ പറയും ഇന്ന് എനിക്ക് പറ്റിയ വീടാ, കാരണം എന്നിവന്റെ കൂടെ കടക്കാൻ പറ്റിയ വീടാണിത്. ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞാൽ വായ തുറന്നുകൊണ്ട് വീട്ടിലേക്ക് കയറുമ്പോ പിശാച് സന്തോഷിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ബിസ്മില്ലാഹ് കൊണ്ട് കയറാൻ കഴിയണം. രണ്ടാമത്, ആ വീട്ടിലുള്ളവരോട് സലാം പറയാൻ സാധിക്കണം. ഉസ്താദുമാരെ കാണുമ്പോ, നമുക്ക് ഇഷ്ടപ്പെട്ടവരെ കാണുമ്പോ, നമുക്ക് തോന്നിയ ആൾക്കാരെ കാണുമ്പോ അല്ല, തന്റെ വീട്ടിലേക്ക് കയറുമ്പോൾ ആ ഭാര്യക്കും മക്കൾക്കും ബറക്കത്തുണ്ടാവാൻ, രക്ഷയുണ്ടാവാൻ, സമാധാനം ഉണ്ടാവാൻ അവരോട് സലാം പറയാൻ വേണ്ടി ആവശ്യപ്പെട്ടു. മൂന്നാമത്തെ വിഷയം മിസ്വാക്ക് ചെയ്യുക, പല്ല് തേക്കാനാണ്. അത് കുടുംബനാഥനെ സംബന്ധിച്ചിടത്തോളം അത് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അത് വീട് ആശ്വാസത്തിന്റെ, സാന്ത്വനത്തിന്റെ തണലായി കേന്ദ്രമായി മാറണം. മക്കൾക്കും ഇണകൾക്കും വീട്ടിലുള്ളവർക്കും പുറമെ നടക്കുന്ന എന്തൊക്കെ പ്രതിസന്ധികളിലും തന്റെ വീട് എനിക്ക് ആശ്വാസമായി തോന്നണം. അത് ഭർത്താവ് വീട്ടിലേക്ക് കയറി വരുമ്പോൾ രാഷ്ട്രീയ രംഗത്ത്, മതരംഗത്ത്, സാംസ്കാരിക രംഗത്ത്, സാമൂഹിക രംഗത്ത്, അതേപോലെ തന്നെ മറ്റു വൈയക്തിക രംഗങ്ങളിൽ എല്ലാം ഉള്ളവർ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം തന്റെ വീട്ടിലേക്ക് കയറി വരുമ്പോ സ്നേഹത്തോടെ സ്വീകരിക്കാൻ, സന്തോഷത്തോടെ കൂടി സ്വീകരിക്കാൻ നമുക്ക് കഴിയാറുണ്ട്. അവിടെ പ്രതിസന്ധികളും പ്രയാസങ്ങളും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകൾ വന്നാൽ പോലും തന്റെ ഭർത്താവിനെ ഏറെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കാൻ കഴിയാറുണ്ട്. അവിടെയാണ് പിന്നെ ഒരു സഹാബാവനികളുടെ ചരിത്രം നടക്കുന്നത്. എന്താണ്? കുട്ടി മരണപ്പെട്ടിട്ട് ആ കുട്ടി എന്നായി കുളിപ്പിച്ച് കഫൻ ചെയ്ത് തൊട്ടിയിൽ കടത്തിയിരിക്കുന്നു. തന്റെ ഭർത്താവ് ഒരു യാത്രക്ക് പോയതാണ്. തിരിച്ചു വന്നപ്പോഴേക്കും മോൻ മരണപ്പെടുന്നുണ്ട്.
പക്ഷെ ആ ഭാര്യ അട്ടഹസിച്ച് മാറത്തടിച്ച് നെഞ്ചത്തടിച്ച് വാവിട്ട് കരയുകയായിരുന്നില്ല. മറിച്ച് ഈ സംസ്കാരം കഴിഞ്ഞ് തന്റെ വീട്ടിലേക്ക് വരുന്ന ഭർത്താവിന് അതുവരെ അണിഞ്ഞിട്ടില്ലാത്തതിൽ വെച്ച് ഏറ്റവും നല്ല സുന്ദരമായ വസ്ത്രം ധരിച്ചുകൊണ്ട് ഭർത്താവിനെ സ്വീകരിക്കുന്ന ഭാര്യ. അത് സലാം പറഞ്ഞ് കയറി ചോദിച്ചു ഭർത്താവ്, കുട്ടിന്റെ അസുഖം എങ്ങനെയുണ്ട്? പോകുമ്പോ അസുഖമുണ്ടായിരുന്നു, പ്രയാസമുണ്ടായിരുന്നു. ചോദിച്ചു, കുട്ടി എന്നതിനേക്കാളും സുഖമായി ഉറങ്ങുന്നു, യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിലേക്ക് കയറി അത് ഭക്ഷണം കൊടുത്തു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് രണ്ടാളും തന്റെ കടപ്പുറയിലേക്ക് പോയി. എന്നിട്ട് അവർ ശാരീരികമായ ബന്ധങ്ങളെല്ലാം ഉണ്ടായ ശേഷം ഭർത്താവിനോട് ഭാര്യ ചോദിച്ചു, നാം ആരെന്തെങ്കിലും കടം വാങ്ങിയാല് അത് അതിന്റെ സമയത്ത് തിരിച്ചു കൊടുക്കണ്ടേ? തീർച്ചയായും തിരിച്ചു കൊടുക്കണം, തീർച്ചയായും തിരിച്ചു കൊടുക്കണം. എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ നമ്മുടെ സന്താനത്തെ, കടമായി തന്ന സന്താനത്തെ അല്ലാഹു കൊണ്ടുപോയി എന്ന. നോക്കൂ നിങ്ങൾ, അതാണ് ഭാര്യ, അവളെയാണ് ഭാര്യ. വിഷമങ്ങളും പ്രയാസം ഉണ്ടായിട്ട് പോലും തന്റെ യാത്ര കഴിഞ്ഞു വന്ന ഭർത്താവിന് സന്തോഷത്തോടുകൂടി സ്വീകരിക്കുന്ന ഇട, അത് വല്ലാത്ത രംഗ, അത് വല്ലാത്ത രംഗമാണ് പ്രിയപ്പെട്ടവരെ. അതാണ് ഒരു ഭാര്യയുടെ ക്വാളിറ്റി, അതാണ് ദീനുള്ള മതബോധമുള്ള ഒരു ഭാര്യയുടെ ക്വാളിറ്റി. ക്വാളിറ്റി അതാണ് വിശ്വാസികളെ, അതാണ് ദീൻ ഉണ്ടാവുമ്പോൾ കിട്ടാൻ പോകുന്നത്. ആ ഭർത്താവിനെ ഏറെ സന്തോഷിപ്പിക്കുന്ന ഒരു വല്ലാത്ത രംഗം. നോക്കൂ നിങ്ങള്, ചരിത്രത്തിൽ അങ്ങനെ കാണാൻ സാധിക്കും. അതുകൊണ്ട് മനസ്സിലാക്കണം, ആ വീട്ടിലേക്ക് അതുകൊണ്ട് ഖുർആൻ പറഞ്ഞത് വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകന, അല്ലാഹു നിങ്ങളുടെ വീടുകളെ സക്കനാക്കിയിരിക്കുന്നു, മസ്കനാക്കിയിരിക്കുന്നു, ലിതസ്കുനു ഇലൈഹ, ശാന്തിയുടെ ഭവനമാക്കിയിരിക്കുന്നു, സമാധാനത്തിന്റെ ഗേഹമാക്കിയിരിക്കുന്നു എന്ന. എന്നാൽ ഇന്ന് എന്താ വീടിന്റെ അവസ്ഥ? ആകെ ബഹളമയമാണ്, കച്ചറയും പ്രശ്നങ്ങളാണ്, പ്രയാസങ്ങളാണ്. മക്കളെപ്പോഴാ കയറി വരുന്നത്? രാത്രി അന്ത്യാമങ്ങളിൽ 10 മണിക്കും 11 മണിക്കും 1 മണിക്കും 2 മണിക്കാണ് 4 കാലും വല വരുന്നത്. കള്ളു കുടിച്ച് മുഖത്തവര് അല്ലേ, ആ രൂപത്തിലാണ് മക്കൾ കയറി വരുന്നത്. എന്നിട്ടോ ആ മോന് വാൽ തുറന്നു കൊടുക്കുക മാതാവ് അല്ലേ, അതുവരെ ഉറക്കം വെച്ച് കാത്തിരിക്കുന്നു തന്റെ മക്കൾക്ക് വേണ്ടി. പ്രിയപ്പെട്ടവരെ, അരുത്, ഒരിക്കലും ആ ഉമ്മയെ വിഷമിപ്പിക്കരുത്. ആ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിൽ കാരണം രാത്രി വരെ ഒരുപാട് തൊഴിലെടുത്ത് ക്ഷീണിച്ച അവസ്ഥയിലായി ഒന്ന് അന്തി ഉറങ്ങാൻ നോക്കുമ്പോഴാണ് ഈ മക്കളെ പോലും കാത്തിരിക്കുന്ന വല്ലാത്ത രംഗം ഊടങ്ങളിൽ കാണുന്നെങ്കിൽ എന്ത് സമാധാനമാണ് അവരുള്ളത്, എന്ത് സന്തോഷമാണ് അവരുള്ളത്. അതുകൊണ്ട് വിശ്വാസികളെ, ഈ മുസ്ലിം ഉമ്മത്ത് എങ്ങോട്ട് പോകുന്നതിന് നാം കരുതിയിരിക്കുന്നത്, മനസ്സിലാക്കിയിരിക്കുന്നുണ്ട്. ഉമ്മ വീട്ടിൽ സാന്ത്വനം ആകണം, ആശ്വാസമാകണം എന്നത് നമ്മൾ തിരിച്ചറിയുക. അതോടൊപ്പം തന്നെ പുതിയ തലമുറ, അവർക്ക് എന്തുപറ്റി ഏറ്റവും പ്രധാനം രക്ഷബോധമില്ലാത്ത ഒരു തലമുറ വളർന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ്. നമ്മുടെ മക്കളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. തിന്മകളെ നിസ്സാരമായി കാണരുത്. മദ്യത്തിന്റെ ലഹരിയുടെ MDMA തല്ല്, അതേപോലെ ലെസ്ബിയനിസം, സ്വർഗഗതി, അതേപോലെ തന്നെ അഭിഹിതങ്ങള് എല്ലാം കുഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത ലോകത്താണ്. അതുകൊണ്ടായിരുന്നു പെൺമക്കളെ പോലും പറയാണ്, ഇപ്പൊ കല്യാണം വേണ്ട, കുറച്ച് കഴിയട്ടെ, പഠിപ്പ് കഴിയട്ടെ, പഠിപ്പ് കഴിഞ്ഞാലോ ജോലി കിട്ടട്ടെ, ജോലി കിട്ടിയാലോ ഇനിയിപ്പോ വേണ്ട, ഞാൻ ഉദ്ദേശിച്ച ചെക്കനുണ്ട്, ഈ കോലം മദീന. അത് കുടുംബത്തിന് പറ്റുമോ? താങ്ങൂല. ഇഷ്ടപ്പെടുമോ? ഇഷ്ടപ്പെടുന്ന ഒരു വിഷയങ്ങളെ കടക്കുന്നില്ല. കാരണം എന്താ? അവൻ മുസ്ലിമ, ഒരു ഇസ്ലാമിൽപ്പെട്ട ആളല്ല. അവന്റെ കൂടെ പോകാൻ അവൾ ആഗ്രഹിക്കുന്നത്, അവളെ ഇതുവരെ സ്നേഹിച്ചത് അവനെയാണ്. അതുകൊണ്ട് നമ്മൾ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? വിശ്വാസികളെ, ഇന്ന് തെരഞ്ഞെടുക്കുന്നത് മാതാപിതാക്കളല്ല, മക്കളെ തെരഞ്ഞെടുക്കുന്നത്. എന്നിട്ട് അത് മാതാപിതാക്കള് കൂട്ടൽ കൊടുക്കുന്ന ദയനീയമായ അവസ്ഥയാണ്. ഒരു വലിയൊരു പണ്ഡിതനെ കൊണ്ടുവന്ന് നിക്കാഹ് കഴിച്ചാല് ആ കല്യാണം ഹലാലായി എന്നൊക്കെയാണ് നമ്മുടെ മനസ്സിലൊക്കെ ധാരണ. വിശ്വാസികളെ, നാം തിരിച്ചറിയേണ്ടതുണ്ട്. അഥവാ ബന്ധങ്ങൾക്ക് വില കാണിക്കാത്ത തലമുറയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്യണം? രക്ഷിതാക്കൾ ആലോചിക്കുന്നത് കുട്ടികളുടെ ആവശ്യങ്ങളും അനാവശ്യങ്ങളും തിരിച്ചറിവുണ്ടാകണം. നല്ല ക്ഷമയോടെ അവരെ കൈകാര്യം ചെയ്യണം. മാതാപിതാക്കള് റോൾ മോഡലാകണം. എങ്കില് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ മക്കൾ ലഭിക്കുകയുള്ളൂ. അങ്ങനെ യാഥാർത്ഥ്യമാവുകയുള്ളൂ. എല്ലാത്തിനും പെർമിഷൻ കൊടുക്കുന്നവരായി മാറാൻ പാടില്ല. എനിക്ക് ചെറുപ്പത്തിൽ ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് കുട്ടികൾക്ക് എല്ലാം വാങ്ങി കൊടുക്കുന്നത് എന്ന ഒരു സ്വഭാവം നമ്മളുണ്ട്. നമ്മൾ തിരിച്ചറിയണം. കുട്ടികളെ ഒരു കാര്യത്തിലും ഇടപെടാത്ത ആളുകളുമുണ്ട്. പുതിയ കാലത്ത് അവരുമായി ഇടപെടുമ്പോ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങള്, കൂട്ടുകാരാവുക, കൂട്ടുകാരായ
കൂട്ടുകാരനെ പോലെ പെരുമാറുക, പോലീസ് ആകരുത്. അങ്ങോട്ടും അങ്ങോട്ടും മാത്രം അല്ല, ആ പ്രതിബന്ധത്തെ തലമുറക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അവർ നാടുകളിലുണ്ടാവും. പിന്നെ നമ്മളവിടെ പരിതപിക്കുകയായിരിക്കും, സങ്കടപ്പെടുകയായിരിക്കും. ദിവസങ്ങളോളം ആഴ്ചകളോളം നാടുകൊണ്ടുണ്ടാവും. മകൻ വളരെ മുങ്ങിട്ടുണ്ടാവും. എന്റെ ഒരു ശാസന, ഒരു അടി, ഒരു ശിക്ഷാമുറ കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന് മക്കളെ വ്യത്യാസം കാണൂല, അവൻ നാടുകൊണ്ടുണ്ടാവും. അതുകൊണ്ട് പോലീസ് ആവരുത്. എന്താവണം? സംസാരത്തില് മൃദുലമാക്കുക, അതോടൊപ്പം തന്നെ കണ്ണിൽ തൊട്ട് സംസാരിക്കുക, ശരീരത്തിൽ തൊട്ട് സംസാരിക്കുക. ഉമ്മയിപ്പോഴും തലവഴിക്കൊണ്ട് പരസ്പരം കൈയൊക്കെ പിടിച്ച് തടയിക്കൊണ്ട് ആ മകനെ ആ രൂപത്തിൽ ഒന്ന് ആശ്വസിപ്പിച്ചുകൊണ്ട് സംസാരിക്കുക, ദുആ ചെയ്യുക. അവർക്കെതിരായി ഒന്നും പ്രാർത്ഥിക്കരുത്. അതേ നിങ്ങൾക്കെതിരെ, നിങ്ങളുടെ മക്കൾക്കെതിരെ നിങ്ങൾ ചെയ്യാൻ പാടില്ല, പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് കൃത്യമായി നമ്മെ പഠിപ്പിച്ചു. അതുകൊണ്ട് കുട്ടികൾക്ക് ആ രൂപത്തിലുള്ള നല്ല ഒരു ശിക്ഷണമുറ, ശാസനല്ല, പോലീസ് ആവാൻ പാടില്ല, പട്ടാളത്തിൽ പെരുമാറ്റമല്ല, ശാന്തമായി സ്നേഹത്തോടെ നല്ല തലോടലോടെ ആശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് അങ്ങനെ പെരുമാറുമ്പോഴാണ് ആ മക്കള് നമ്മുടെ വരുതിയിലും നമ്മുടെ സ്വഭാവത്തിന്റെ പെരുമാറ്റത്തിലൊക്കെ ഒതുങ്ങി കൂടുകയുള്ളൂ എന്ന് നാം തിരിച്ചറിയുക. കുട്ടികൾക്ക് പണം, സമയം, ആരോഗ്യം എന്നിവയെല്ലാം കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഇങ്ങനെയുള്ള ഒരു തലമുറയെ, ഒരു ഉമ്മത്തിന്, ഒരു മക്കളെ, ഒരു കുടുംബത്തെ വാർത്തെടുക്കുന്നിടത്താണ് നമ്മുടെ വിജയം കടക്കുന്നത്. അത് മനസ്സിലാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഈ സുന്ദരമായ ജീവിതത്തെ പല ലക്ഷ്യം വെച്ചുകൊണ്ട് ഒത്തൊരുമിച്ചുകൊണ്ട് മുന്നേറിയാൽ അല്ലാഹുവിന്റെ സ്വർഗീയമായ കവാടത്തിലൂടെ കടന്നു പോകാൻ നമുക്ക് സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള യഥാർത്ഥ മുഅ്മിനുകളിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള വിശ്വാസികളെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. രക്ഷിതാക്കൾ എന്ന നിലയ്ക്ക് 4 കാര്യങ്ങൾ പിശുക്ക് വരുത്താൻ പാടില്ല. 4 കാര്യങ്ങൾ. ഒന്ന്, സ്നേഹമാണ്. നന്നായി സ്നേഹിക്കണം നമ്മുടെ മക്കളെ, നല്ലപോലെ സ്നേഹിക്കണം. നമ്മളെ സ്നേഹത്തിന്റെ കുറവ് പലപ്പോഴും വരമ്പ് ചാടി പോവാറുണ്ട്. സ്നേഹത്തിന്റെ കുറവ് പലപ്പോഴും മതിൽ ചാടി പോവാറുണ്ട്. നമ്മുടെ മക്കളെ നമ്മളെ നല്ലപോലെ സ്നേഹിക്കണം, മനസ്സറിഞ്ഞുകൊണ്ട് സ്നേഹിക്കണം. അത് കൊടുത്തേ പറ്റൂ, അത് പിശുക്ക് കാണിക്കാൻ പാടില്ല. രണ്ടാമത്തത് സ്വതന്ത്രമാണ്. അവരെ ഒരു ഭാഗത്ത് പോയി എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിന് പോയി ഇടങ്ങോട്ട് കഴിഞ്ഞാൽ അത് അവർക്ക് വിഷമുണ്ടാവും. ആ സ്ഥാനത്ത് അവരെ കഴിഞ്ഞ് പുറത്തു വരുമ്പോ അവരെ സ്വാതന്ത്ര്യം കൊടുക്കണം. എന്നാൽ അമിതമായ സ്വാതന്ത്ര്യമല്ല, നമ്മളെ കൺട്രോൾ അനുസരിച്ചുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം. പക്ഷെ എല്ലാവർക്കും ചോദ്യചിഹ്നമായിക്കൊണ്ട് കടന്നു ചെന്നാൽ അത് പ്രയാസം ഉണ്ടാക്കും, ബുദ്ധിമുട്ടുണ്ടാക്കും. മൂന്നാമത്തത് അംഗീകാരമാണ്. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് നല്ല കാര്യങ്ങൾക്കും അംഗീകാരം കൊടുക്കുക. അതേപോലെ തന്നെ പ്രശംസിക്കുക. പല സമ്മാനങ്ങള്, ഗിഫ്റ്റ്, ആ രൂപത്തിലേക്കുള്ള ഒരു ഇങ്ങനെ പല 4 രൂപങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ടാണ് നമ്മുടെ മക്കൾ നമ്മുടെ കയ്യിലുണ്ടാവും. നമ്മുടെ കുടുംബത്തെ നമ്മുടെ കയ്യിൽ ഒതുക്കാൻ സാധിക്കും. അതുകൊണ്ട് മതമാണ് പ്രധാനം. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാക്കൂബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കൾക്കൊക്കെ ഉപദേശമുണ്ട്. ഇബ്രാഹിമു ബിബനിഹി വ യാക്കൂബ് യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മതമാണ് പ്രധാനം. നമ്മൾ മതത്തിന്റെ ചട്ടക്കൂട് ജീവിക്കുമ്പോൾ അവരെ കൂടി കൊണ്ടുവരേണ്ടതുണ്ട്. ആ മക്കൾക്കുള്ള ഉപദേശം എന്താണ്? യാ ബനിയ, എന്റെ വല്ലാർ മക്കളെ, ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീന, മതത്തെ ഞങ്ങൾക്ക് തൃപ്തിപ്പെടുത്താൻ തെരഞ്ഞെടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിം ആയിക്കൊണ്ട് നിങ്ങൾ മരിക്കാൻ പാടില്ല എന്ന ആ മക്കൾ ചോദിച്ചു, ഞങ്ങളുടെ കാലശേഷം ആരെയാണ് നിങ്ങൾ ആരാധിക്കുക? എന്താ പറഞ്ഞത്? നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ സാധിക്കോ? മരണത്തിന്റെ വാളിൽ സക്കറാത്തിന്റെ കടക്കുമ്പോ ഒരു വസിയത്ത് കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയോ? ഇല്ല. ആ 10 ഏക്കർ പറമ്പില്ലേ, 3 അയച്ചെടുത്തോ, എന്റെ വാഹനം അയച്ചെടുത്തോ, മക്കളെടുത്തോ, എന്റെ പുറത്തോടെ 4 ഏക്കർ അയച്ചെടുത്തോ,
ഇതാ നമ്മൾ കൊടുക്കുന്ന വസിയത്ത്. എന്നാൽ നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കുന്ന വസിയത്ത് എന്താ? മോനെ 5 നേരം കൃത്യമായി നിസ്കരിക്കലട്ടോ, മാതാപിതാക്കളെ നോക്കലട്ടോ, അല്ലെങ്കിൽ നിസ്കാരം കാര്യങ്ങൾ ചിട്ടയുണ്ടാവണട്ടോ, എല്ലാം തീരിന്റെ കാഴ്ചപ്പാട് പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് അങ്ങനെ ഉപദേശം കൊടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ മുസ്ലിമായി കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കാൻ പാടില്ല എന്ന് യാക്കൂബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കൾക്ക് വസിയത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വസിയത്ത് കൊടുക്കുന്നവരായി മാറാൻ മതമുണ്ടോ ദീനുണ്ടോ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ കൊടുക്കാൻ കഴിഞ്ഞാലോ അവർ നമ്മുടെ മതത്തിന്റെ ഇസ്ലാമിന്റെ ചട്ടക്കൂട് കിട്ടും. ഇല്ലെങ്കിലോ ലിബറൽ മതം നമ്മിലേക്ക് കടന്നു വരുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ ലിബറൽ മതത്തിന്റെ പ്രത്യേകത? അവിടെ മ്യൂസിക് ഉണ്ടാവും, വെഡിങ് ആനിവേഴ്സറി ഉണ്ടാവും, പള്ള കാണലുണ്ടാവും, മേക്കപ്പ് ഉണ്ടാവും, ബർത്ത്ഡേ ആഘോഷം ഉണ്ടാവും, സുന്നത്ത് കല്യാണം ഉണ്ടാവും, വയസ്സറിയൽ ചടങ്ങുണ്ടാവും. ഇതൊക്കെ നമ്മുടെ കുടുംബങ്ങളൊക്കെ പലപ്പോഴും നടക്കുന്നുണ്ട് അല്ലെ? വെഡിങ് ആനിവേഴ്സറി അല്ലെ, കല്യാണം കഴിഞ്ഞ ആനിവേഴ്സറി, വർഷത്തെ കാര്യം, അതുപോലെ കുട്ടികളുടെ ബർത്ത്ഡേ, അതേപോലെ പള്ള കാണാൻ പോകല്, എന്തൊക്കെ ചടങ്ങുകൾ നമ്മുടെ സമൂഹത്തില് ഇസ്ലാമിൽ ഇല്ലാത്തതിനൊക്കെ ഭയങ്കര പോലീസിയ മ്യൂസിക് ഇട്ട പാട്ടുകളൊക്കെ നമ്മുടെ ഊഴിനകങ്ങളില്, ഇതെല്ലാം ഇന്നും നമ്മുടെ ഊഴിനകത്ത് നടക്കുന്നുണ്ട്. എന്താ കുഴപ്പമെന്ന് ചോദിക്കല്, മതം അനുവദിക്കുന്നുണ്ടോ നമ്മൾ പരിശോധിക്കണം. അതുകൊണ്ട് വിശ്വാസികളെ നാം മനസ്സിലാക്കുക, ലിബറൽ ചിന്തയുടെ അകത്തലങ്ങളിൽ പോയി പെട്ടിരിക്കുന്നു നമ്മുടെ മക്കളൊക്കെ. ഞാൻ ഈ അടുത്ത ദിവസം നമ്മുടെ മഹല്ലപ്പെട്ട ഒരു കുട്ടി തന്നെ, പക്ഷേ ഞാൻ കണ്ടു നമ്മുടെ മതത്തിൽ പഠിച്ച കുട്ടികളൊക്കെ തന്നെ ഇസ്ലാമികമായ ഒരു വേഷവിധാനം സ്വീകരിക്കാൻ ഒരാളിന്റെ പേരും ഒരാളിന്റെ കുപ്പായിട്ട് നടക്കുന്ന ഒരു പെണ്ണായി മാറിയാൽ ആണ് പെണ്ണിന്റെ വേഷവും പെണ്ണ് ആണിന്റെ വേഷവും കെട്ടുന്നവന് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ചിരിക്കുന്നു എന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മതത്തിന്റെ ചട്ടക്കൂട് ജീവിക്കുന്ന വിശ്വാസികളെ എന്തിന് നമ്മുടെ മക്കൾക്ക് അങ്ങനത്തെ വസ്ത്രം വാങ്ങി കൊടുക്കണം? എന്തിന് നമ്മൾ സ്വീകരിക്കണം? അതുകൊണ്ട് ലഹനത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ശപിച്ചിട്ടുണ്ടെങ്കിൽ ആ ശാപത്തിന്റെ വസ്ത്രം വാങ്ങിക്കൊടുക്കാതിരിക്കൂ. നമ്മുടെ പെൺമക്കളായി വളർത്തൂ, അവർക്ക് അല്ലാഹു ചെയ്ത വേഷദാനം കൊടുക്കൂ. ആൺമക്കളായി വളർത്തൂ, അവർക്ക് അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച വേഷദാനം കൃത്യമായി സ്വീകരിക്കൂ. ഇങ്ങനെ മതത്തിന്റെ ചട്ടക്കൂടിൽ കൊണ്ടുപോയാലാണ് ആ മക്കള് അവിടെയാണ് അവിടെയാണ് മക്കളും സന്താനങ്ങളും സമ്പത്ത് ഉപകരിക്കാത്ത ദിവസം. അതെ, പ്രാർത്ഥിച്ചില്ലേ, അപമാനിക്കല വളർച്ചോണി എന്ന്. മക്കളും സമ്പത്തും സന്താനങ്ങളും സന്താനം സ്വീകരിക്കാത്ത ഉപകരിക്കാത്ത ദിവസം വളർച്ചോണി സമാധാന ചിത്തമായ മനസ്സുമായി കടന്നു വരുന്ന അത്തരം ആളുകൾ ചേർക്കണം പ്രാർത്ഥിച്ചില്ലേ. അതുകൊണ്ട് നാം മനസ്സിലാക്കുക, വളർച്ചോണി നമസ്കാരം കൃത്യമായി നിലനിർത്തുന്നവർ എന്നെ ചേർക്കണ പോരാ, പിന്നെ ഒരു ദുര്യത്തിന്റെ മക്കളെയും എന്റെ മക്കളെയും അത് ചേർക്കണേ എന്നാണ്. അതുകൊണ്ട് വിശ്വാസികളെ അങ്ങനെയുള്ള നല്ലൊരു ഇസ്ലാമികമായ അന്തരീക്ഷമുള്ള ചുറ്റുപാടുള്ള അതേപോലെ അങ്ങനെ ഉമ്മത്തായി തീരാൻ അതിനുവേണ്ടി പരിശ്രമിക്കുക. പോകുന്ന പോക്കും കാലത്തിന്റെ പോക്കും ഒക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ വാത്സല്യത്തോടെ ക്ഷമയോടെ അവധാനതയോടെ അതേപോലെ തന്നെ പോലീസാവാതെ ശാന്തമായിക്കൊണ്ട് അവരെല്ലാം വെറുതെ കൊണ്ടുവരാൻ കഴിയുന്ന രൂപത്തിലേക്ക് ആക്കി തീർക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അങ്ങനെയുള്ള യഥാർത്ഥ ഇസ്ലാമിനെ ചട്ടക്കൂട് ജീവിക്കുന്ന ഒരു കുടുംബമായി തീരാൻ അല്ലാഹു നമുക്കെല്ലാം തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന ചെറുതുമായ പാപങ്ങൾ അല്ലാഹു അവന്റെ മഹത്തായ ഫضل കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മെ രോഗികളായി കഴിഞ്ഞവർക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. മാരകമായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്കെല്ലാം അല്ലാഹു ആശ്വാസം നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ സമ്പത്തിലും കുടുംബത്തിലും ആരോഗ്യത്തിലും ജോലിയിലും ബിസിനസ്സിലും കച്ചവടത്തിലുമെല്ലാം ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിടപറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ആദർശ ബന്ധുക്കൾ, പണ്ഡിതന്മാർ എല്ലാവർക്കും അല്ലാഹു മാഫറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അവരെ നമ്മയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത് വ ഖാദിൽ ഹാജാത്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين
ودمر أعداءك وأعداء الدين. اللهم انصر من نصر الدين. اللهم انصر إخواننا المسلمين في كل مكان الذين يجاهدون لإعلاء كلمة لا إله إلا الله. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.